ഹായ് ഇതാ അപ്പം നമ്മളിതാ കുണിക്കിനും ട്യൂഷനാക്കണം, പിന്നെ പുറത്ത് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം. ഇന്ന് വീട്ടിൽ ഫുഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് തലവേദന ഉള്ളതാണ്, എൻ്റെ മുഖം അത്ര ഉഷാറൊന്നുമില്ല. പിന്നെ കുണിക്കുമ്പോൾ പൊട്ടു കുത്തിയത് കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ചിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, കുണുക്കനാണ് കുത്തി കൊടുത്തത്. പിന്നെ ഏട്ടന് വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. ഏട്ടൻ എന്താ വണ്ടി ദൂരത്തൊക്കെ കൊണ്ടിട്ടതാണ്. പിന്നെ ഞാനും കുണിക്കുമോളും കൂടി ഒരു ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. കുണിക്കുമോൾക്ക് ഞാനാണ് വാരി കൊടുക്കണത്. വേറെ ഒന്നല്ല, അവൾക്ക് പനിയാണ്. അപ്പോൾ അവൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെ കുണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എരിയുണ്ട് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ മീൻകറിയും ചോറൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വെയിലാണ്. അതാണ് ഈ നടന്നിട്ട് വണ്ടിയുടെ അവിടേക്ക് എത്താത്ത പോലെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ്റെ മോൻ്റെ ആദ്യത്തെ പരിപാടി കാറിൻ്റെ ഉള്ളിൽ ടോയ്സൊക്കെ ഒട്ടിക്കാനുണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി അവർ പറ്റണതൊക്കെ എന്താണെന്നൊക്കെ നോക്കി ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വറുക്കാനിട്ടുണ്ടായി. വേറെ ഒന്നല്ല, നല്ല വിശപ്പ് ഉറങ്ങി കഴിച്ചപ്പോൾ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വറുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുണുക്ക് ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ, അതായോ നോക്കിയിട്ട്. അങ്ങനെ അതൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് പോയിരുന്നു കഴിക്കാൻ. കുണുക്ക് സൈക്കിളുമ്പോൾ ഇറങ്ങണ പരിപാടിയില്ല പുറത്തിരുന്ന് കഴിഞ്ഞാൽ. കുണിക്ക് ഉറങ്ങായതുകൊണ്ടാണെങ്കിൽ കുണിക്കിൻ്റെ സൈക്കിൾ അവന് കിട്ടിയിട്ട്, അപ്പോൾ അതുകൊണ്ട് അവൻ ആസ്വദിച്ച് ഓടിക്കലാണ്. അപ്പോൾ ഞാനും ഓടിച്ചോട്ടേ എന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ഫുഡിരുന്ന് കഴിക്കാൻ ഏട്ടൻ തരുന്നുണ്ട്. എന്താ ചേട്ടന് ഇപ്പോൾ ടെൻഷനാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിശപ്പ് മാറിയില്ല. പിന്നെ ഒരു രാത്രിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായി. സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാൻ മുട്ട ഓംലേറ്റും ബ്രെഡും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുണിക്കുമോൾ അപ്പോഴേക്കും ഉറങ്ങി എണീച്ച് വന്നു. കുണിക്കുമോൾക്ക് തല വേദനിച്ച് കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ചായയൊക്കെ വെച്ച്, കുണിക്ക് ഈ ചായ വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ഗ്ലാസ്. അപ്പോൾ കുണിക്കിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് വയ്യാത്തതാണ്, അവൾ ഒരു ഉഷാറില്ലാണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടനും കൊടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബായ്.